കൊടിയത്തൂർ പഞ്ചായത്ത് സെക്രട്ടറിയെ ഗോതമ്പ് റോഡ് തോണിച്ചാൽ പ്രദേശവാസികൾ ഉപരോധിച്ചു. പ്രദേശത്തെ ക്വാറികൾ തമ്മിൽ ബന്ധിപ്പിച്ച് നിർമ്മിക്കുന്ന റോഡ് പ്രവൃത്തിയുടെ ഭാഗമായി നടത്തിയ പരിശോധനയിൽ കണ്ടെത്തിയ നിയമലംഘനങ്ങൾ പരിഹരിക്കുന്നതിന് മുമ്പ് ക്വാറികൾ പ്രവർത്തിച്ചതിൽ പ്രതിഷേധിച്ചാണ് സമരസമിതിയുടെ നേതൃത്വത്തിൽ കൊടിയത്തൂർ പഞ്ചായത്ത് സെക്രട്ടറി ടി ആബിദിയെ ഉപരോധിച്ചത്. കൊടിയത്തൂർ ഗ്രാമപഞ്ചായത്തിലെ ഗോതമ്പ് റോഡ് തോണിച്ചാലിലെ കോറി വിഷയത്തിൽ നാട്ടുകാരുടെ പ്രതിഷേധം തുടരുന്നു. നേരത്തെ ഗ്രാമപഞ്ചായത്തിന്റെയും റവന്യൂ അധികൃതരുടെയും നാട്ടുകാരുടെയും നേതൃത്വത്തിൽ നടത്തിയ പരിശോധനയിൽ കണ്ടെത്തിയ നിയമലംഘനങ്ങൾ പരിഹരിക്കുന്നതിന് മുമ്പ് കോറികൾ പ്രവർത്തിച്ചതിൽ പ്രതിഷേധിച്ചാണ് സമരസമിതിയുടെ നേതൃത്വത്തിൽ കൊടിയത്തൂർ പഞ്ചായത്ത് സെക്രട്ടറി ടി ആബിദിയെ ഉപരോധിച്ചത്. ഉദ്യോഗസ്ഥർ കോറിക്ക് അനുകൂലമായ നിലപാടാണ് സ്വീകരിക്കുന്നതെന്ന് സമരസമിതി ആരോപിച്ചു. സമരക്കാരോട് സെക്രട്ടറി പുറത്തു പോവാൻ ആവശ്യപ്പെട്ടത് രൂക്ഷമായ വാഗ്വാദത്തിനും കാരണമായി. കോറിയുടെ പ്രവർത്തനം നിർത്തിവെക്കണമെന്ന് തന്നെയാണ് തങ്ങളുടെ ആവശ്യമെന്ന് സമരക്കാർ പറഞ്ഞു. ഉപരോധം ഞങ്ങൾ സമരസമിതിയായിട്ട് പഞ്ചായത്തിൽ ഇരുന്നുണ്ടാക്കിയ എഗ്രിമെന്റ് ലംഘിച്ചത് കൊണ്ടാണ് ഇന്നൊരു സമരം ചെയ്യേണ്ടി വന്നത്. അവിടെ പഞ്ചായത്ത് സെക്രട്ടറി കൊടുത്ത നോട്ടീസിൽ ഞങ്ങൾ പറഞ്ഞ കാര്യങ്ങൾ മുഴുവൻ നോട്ടീസ് കൊടുത്തിട്ടില്ല എങ്കിലും പഞ്ചായത്ത് സെക്രട്ടറി പറഞ്ഞ കാര്യങ്ങൾ പോലും നടപ്പാക്കാതെ ഇന്ന് അവിടെ പ്രവൃത്തി ആരംഭിച്ചിട്ടുണ്ട്. അത് അന്നുണ്ടാക്കിയ ധാരണക്ക് ലംഘനമാണ്. ആ ലംഘനത്തിന്റെ പേരിലാണ് ഇന്ന് സെക്രട്ടറിനെ ഉപരോധിച്ച് 45 മിനിറ്റോളം നേരത്തെ ഉപരോധത്തിനൊടുവിൽ മുക്കം പോലീസ് സ്ഥലത്തെത്തി സമരക്കാരുമായി ചർച്ച നടത്തുകയും പ്രദേശം സന്ദർശിക്കാമെന്ന് ഉറപ്പു നൽകുകയും ചെയ്തതോടെയാണ് സംഘർഷാവസ്ഥയ്ക്ക് അയവ് വന്നത്. അതേസമയം പ്രശ്നം പരിഹരിക്കാമെന്ന് കോറി ഉടമകൾ പറഞ്ഞിട്ടുണ്ടെന്നും അവർക്ക് ആവശ്യമായ സമയം നൽകേണ്ടതുണ്ടെന്നും പഞ്ചായത്ത് സെക്രട്ടറി പറഞ്ഞു. നിയമപരമായി സ്റ്റോപ്പ് മെമ്മോ നൽകാൻ തനിക്ക് അവകാശമില്ലെന്നും തന്റെ ഔദ്യോഗിക കൃത്യനിർവഹണം തടസ്സപ്പെടുത്തുകയാണെന്നും കൂട്ടിച്ചേർത്തു. ഈ സമരസമിതിക്കെതിരെ നാട്ടുകാരായ ചിലർ നൽകിയ പരാതിയും തനിക്ക് ലഭിച്ചിട്ടുണ്ട് ും കോറിയുടെ പ്രവർത്തനം മൂലം ദുരിതം അനുഭവിക്കുന്ന നാട്ടുകാരായ തങ്ങളെ ഉൾപ്പെടുത്താതെ സമരസമിതിയുടെ സ്വാർത്ഥ താൽപര്യങ്ങൾക്ക് വേണ്ടിയുള്ള ഈ പ്രവൃത്തിക്ക് പരിഹാരം കാണണമെന്ന് പറഞ്ഞാണ് പരാതി നൽകിയതെന്നും സെക്രട്ടറി പറഞ്ഞു. അതില് 11/3/2024 ഇവര് ആദ്യമായിട്ട് നമുക്ക് ഈ 2 കോറികളെ സംബന്ധിച്ച്, അതായത് പ്രൊഫൈല് പിന്നെ പള്ളിക്കപ്പറമ്പിൽ എന്ന 2 കോറികളെ സംബന്ധിച്ച് ഒരു പരാതി ഇവിടെ കിട്ടുന്നത്. അവരെ പാറ പൊട്ടിച്ച് മാറ്റി വലിയ കൂനകളാക്കി മണ്ണുകൾ കൂട്ടിയിട്ടു എന്നാണ് പരാതിയിൽ പറഞ്ഞിരിക്കുന്നത്. അതുപോലെ കുടിവെള്ള സ്രോതസ്സുകൾ മുട്ടിച്ചിട്ടുണ്ട് എന്നും പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇതനുസരിച്ച് അന്ന് തന്നെ നമ്മൾ നോട്ടീസ് കൊടുത്ത് പിറ്റേന്ന് നമ്മൾ മീറ്റിംഗ് വിളിച്ചു. മീറ്റിംഗിൽ പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ്, സമരസമിതി നേതാക്കൾ എന്നിവരൊക്കെ സന്നിഹിതരായിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ എടുത്ത തീരുമാനം അവിടെ ഒരു സബ് കമ്മിറ്റി ഫോം ചെയ്തു. അതിൽ വില്ലേജ് ഓഫീസർ, ഇവിടുത്തെ അസിസ്റ്റന്റ് സെക്രട്ടറി, പിന്നെ വാർഡ് ക്ലർക്ക്, അതുപോലെ സമരസമിതി നേതാക്കളിൽ 2-3 പേര് വെച്ചിട്ട് നമ്മൾ അവിടെ ഒരു വിസിറ്റിംഗ് നടത്താനും അതിന്റെ അടിസ്ഥാനത്തിൽ അവർക്ക് നോട്ടീസ് ഇഷ്യൂ ചെയ്യാനായിരുന്നു തീരുമാനം. അത് പ്രകാരം ഈ ഒരു വിസിറ്റിംഗ് നടത്തി. പിറ്റേ ദിവസം അസിസ്റ്റന്റ് സെക്രട്ടറിക്ക് മീറ്റിംഗ് ഉള്ളതിനാൽ അദ്ദേഹത്തിന് പോകാൻ കഴിഞ്ഞില്ല. അതിന് പകരം പ്രസിഡന്റിനോട് കൂടിയാലോചിച്ച് ഹെഡ് ക്ലർക്കിനെയാണ് പകരം അയച്ചത്. ഇവർ പോയി വന്നിട്ട് നമുക്ക് തന്ന റിപ്പോർട്ട്, അതിൽ ഇയാളുടെ കോറിയിൽ ഒരു റോഡിന് സംരക്ഷണ ഭിത്തി ഇല്ലാന്ന് കണ്ടെത്തിയിട്ടുണ്ട്. ആയതുകൊണ്ട് ആവലാതി പരിഹരിക്കാൻ പറഞ്ഞിട്ടുണ്ട്. കൂടാതെ പോലീസ് കോറിയിൽ ചെന്ന് പ്രവൃത്തി താൽക്കാലികമായി നിർത്തിവെച്ചു. കോറി വിഷയത്തിൽ കഴിഞ്ഞ ദിവസം നാട്ടുകാർ ഒന്നടങ്കം പ്രദേശം സന്ദർശിച്ചിരുന്നു. ന്യൂസ് ബ്യൂറോ, മുക്കം.